ഇനി വരാൻ പോകുന്ന അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടനവധി വേക്കൻസീസ് ആണ് PSC പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി വരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ PSCയുടെ മിനിറ്റ്സ് ആണ് പബ്ലിഷ് ആയിട്ടുള്ളത്. December 1 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ്. അത് പ്രകാരം നമുക്ക് വരാനിരിക്കുന്ന വേക്കൻസീസ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. ഇതിന് മുന്നേ തന്നെ നമുക്കൊരു അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വരാൻ പോകുന്ന 2026 വർഷം January 1 മുതൽ December 31 വരെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വരാൻ സാധ്യതയുള്ള ഒഴിവുകൾ December 26 മുന്നേ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊരു നിയമം വന്നിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടായിരിക്കും പെട്ടെന്ന് ഇത്രയും ഒരു നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും December അവസാനം ഇനിയും നമുക്കൊരു ബൾക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് വന്നിരിക്കുന്നതിൽ നമുക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആദ്യത്തേത് പറഞ്ഞിരിക്കുന്ന ഇറിഗേഷൻ ഇറിഗേഷൻ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓൾറെഡി നമ്മൾ അത് പ്രഡിക്ട് ചെയ്തതാണ്. PWD വന്നപ്പോൾ ഇനി ഉടൻ തന്നെ ഇറിഗേഷൻ വരുമെന്ന്. അത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് നമുക്ക് ഇറിഗേഷൻ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതായിരിക്കും. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് അത് നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും ഉണ്ട്. അതായത് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും നമുക്ക് റിക്രൂട്ട്മെന്റ് പറയുന്നുണ്ട്. രണ്ടാമത് നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. പക്ഷെ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്കുള്ള അവസരമാണത്. തന്നെയാണ് നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് പറയുന്ന വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് ആണ്. അതിനുശേഷം നമുക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്നൊരു പോസ്റ്റ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ്, അതായത് യോഗ്യത എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലിൽ തന്നെ ഇറിഗേഷൻ ഇറിഗേഷൻ മെക്കാനിക്കൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ടെക്നിക്കൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ നമുക്ക് അവിടെ വരുന്ന ടെക്നിക്കൽ വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് പറയുന്നത്. അത് അപ്ഹോൾസ്റ്റർ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ആണ്. അതായത് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആണ്. അത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ കുറച്ച് സ്പെഷ്യൽ ITIകളുണ്ട്. അവിടേക്കായിരിക്കും നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അത് ഇലക്ട്രീഷ്യൻ ട്രേഡ് കഴിഞ്ഞവർക്കായിരിക്കും ഉള്ള ആ ഒരു അവസരം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. വാട്ടർ അതോറിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇനി വാട്ടർ അതോറിറ്റി വരാനുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഇൻ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് വരാനുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 ഉണ്ട്. അത് മെക്കാനിക്കൽ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗിലും ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ വരും. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. ദെൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ, അതും നമുക്ക് ITI യോഗ്യതയുള്ള പരീക്ഷയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അവസരമുള്ളത്. അപ്പൊ മറക്കണ്ട, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ് അടുത്തത്. അതിനുശേഷം ഇറിഗേഷനിൽ നമുക്ക് ഗ്രേഡ് 3, ഞാനിപ്പോൾ പറഞ്ഞ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക നീതി വകുപ്പിൽ ഇൻസ്ട്രക്ടർ ആണ്. അത് ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ അല്ല വരുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ ആണ്. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. മെയിൻലി നമുക്ക് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സിവിൽ ഉണ്ട്. അതുപോലെ ഹാർബർ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഇറിഗേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, പക്ഷേ ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2 ഉണ്ട്. ദെൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. നമുക്കത് മെക്കാനിക്കലാണ്. ഇറിഗേഷൻ ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ, അതും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കാണ്. ദെൻ വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായി. അപ്പം ഇവിടെ നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റി സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിരുന്നാലും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത്ര നമ്മൾ സ്റ്റേറ്റ് വൈഡ് ഉള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് വൈസിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തതാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് LSTD ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ് പറഞ്ഞത്. 3ാം തരം ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ 3ാം ഗ്രേഡ് ഓവർസിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷെ നമുക്ക് സ്റ്റേറ്റ് വൈഡ് അല്ല, ഓരോ ഡിസ്ട്രിക്റ്റിലും വിളിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു മിനിറ്റ്സിലൂടെ അറിയാൻ സാധിക്കുന്നത്. ബട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, ഓരോ ജില്ലയിലും എത്ര വേക്കൻസീസ് വരുന്നൊക്കെ നോക്കാം. അപ്പം ഓവർസിയർ ഗ്രേഡ് 3 ആണ്, നമ്മുടെ LSTD ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടെക്നിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മെയിൻ ആയിട്ട് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ ആർക്കും ഹാൻഡ്ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഇലക്ട്രീഷ്യൻ ഗ്രേഡ് കഴിഞ്ഞവർക്കും നോട്ടിഫിക്കേഷൻസ് നമുക്ക് ബാധകമായിട്ട് വരുന്നുണ്ട്. സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് മീറ്റിംഗിന്റെ മിനിറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഓവർസിയർ ലെവൽ ആണെങ്കിലും ഡിഗ്രി A ലെവൽ എക്സാംസിനാണെങ്കിലും ഉള്ള കോഴ്സസ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് AE ലെവൽ, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ, ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവലിലൊക്കെ പഠിക്കാനായിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സായ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സും എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. ഹാൻഡ്ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിന്റെയൊക്കെ എക്സാം 2026 എന്ന് പറയുന്ന വർഷത്തിലായിരിക്കും ഇരിക്കുന്നത്. സോ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ 2026 സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.